എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല അടിപൊളി വെളുത്തുള്ളി അച്ചാറാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ മാങ്ങാച്ചാറിൻ്റെ നാരങ്ങാച്ചാറിൻ്റെ ഒക്കെ റെസിപ്പി ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കാണാത്തവരത് കാണാൻ മറക്കരുത്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ അത് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്യാൻ മറക്കരുത്. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് റെസിപ്പി വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ അടിപൊളി അച്ചാർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സ്റ്റവ് ഓണാക്കി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാനൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഒരു 1/4 കപ്പ് നല്ലെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കാം. നല്ലെണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഞാനൊരു 30 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. 3 ഉണ്ട വെളുത്തുള്ളി ഉണ്ടായിരുന്നു. അതിലൊരു 30 അല്ലി വെളുത്തുള്ളി എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് ഒരു വെളുത്തുള്ളിനെ തന്നെ ഒരു 5-6 കഷ്ണമാക്കി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നതിന് ശേഷം നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് വല്ലാതെ ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് യെല്ലോയിഷ് കളറാവണം. നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരണം. അതുവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതൊരു 5-10 മിനിറ്റിനുള്ളിൽ റെഡിയാക്കി കിട്ടും. അപ്പോൾ അതവിടെ നിറമൊക്കെ മാറി വന്നിട്ടുണ്ട് നമ്മുടെ വെളുത്തുള്ളിയുടെ. ഇതിന് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി വേറൊരു പാത്രത്തിൽ മാറ്റി വയ്ക്കാം. അപ്പോൾ അതാ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ സെയിം എണ്ണയിലേക്ക് തന്നെ ഞാൻ 2 നല്ല എരിവുള്ള പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. ഇത് പച്ചമുളക് തന്നെയാണ് കേട്ടോ. അത് പഴുത്തപ്പോൾ ചുവന്ന കളറായതാണേ. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എരിവ് നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചധികം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ പച്ചമുളകും കറിവേപ്പിലയൊക്കെ നന്നായിട്ടൊന്ന് വാടി വരണം. അതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അത് അവിടെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. എന്നതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർക്കുന്നുണ്ട്. ആദ്യം നമുക്ക് കുറച്ച് ചേർക്കാം, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി ചേർക്കുന്നുണ്ട്. എരിവ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കായത്തിൻ്റെ പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചതും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് നന്നായിട്ട് മാറി വരണം. അതുവരെ ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ അത് അവിടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. എന്നതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മസാലയും നമ്മുടെ വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരണം. അപ്പോൾ ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കുറവാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ചേർത്തിട്ടുണ്ട്. ഉപ്പ് വളരെ കുറവായിരുന്നു, അപ്പോൾ കുറച്ച് ചേർക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 4 ടേബിൾ സ്പൂണോളം വിനാഗിരി ചേർക്കുന്നുണ്ട്. ഞാനിവിടെ വൈറ്റ് വിനെഗറാണ് ചേർക്കുന്നത്. ചൊറുക്കയില്ലേ, അത് ചേർത്ത് കൊടുക്കാം. എന്നതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊരു 5 മിനിറ്റ് നമുക്കിത് നന്നായിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതവിടെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന വെളുത്തുള്ളി അച്ചാർ. അപ്പോൾ അത് ചൂടാറി വന്നതിന് ശേഷം നിങ്ങൾക്ക് ഒരു കുപ്പിയിലേക്ക് ഇട്ട് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. 2-3 ദിവസം കഴിഞ്ഞിട്ട് ഇത് എടുത്താൽ മതി കേട്ടോ. അപ്പോഴായിരിക്കും ഇതിനകത്തേക്ക് ആ വിനാഗിരിയൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ അച്ചാർ. അപ്പോൾ അത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. 2 ദിവസമൊക്കെ പുറത്ത് വയ്ക്കാം. അല്ലാതെ കൂടുതൽ ദിവസം വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളിതിൻ്റെ ഉപ്പും ഇതൊക്കെ നോക്കുക കേട്ടോ. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഈ സമയത്തൊക്കെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്